ഒരു കാലിൽ മന്തുള്ളവൻ രണ്ടു കാലിലും മന്തുള്ളവനെ നോക്കി മന്ദ എന്ന് വിളിക്കുകയാണെങ്കിൽ എന്തൊരു കോമഡി ആയിരിക്കുമല്ലേ. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വപ്ന സുരേഷ് കൊല്ലം സുധീരെ ഭാര്യയെ നോക്കി നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കണമെന്നും അത്തരത്തിലുള്ള വേഷങ്ങളായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത് എന്നും പറഞ്ഞപ്പോൾ ഇതാണ് ഓർമ്മ വന്നത്. സ്വപ്ന സുരേഷ് നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിച്ചത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഏഹെ, ഞാൻ ചെയ്യുമ്പോൾ ആഹാ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ആദ്യകാലങ്ങളിൽ ഭർത്താവിന് വേണ്ടി കരഞ്ഞും പിഴിഞ്ഞും അദ്ദേഹമാണ് എന്റെ ജീവൻ എന്നൊക്കെ കുറെ ഡ്രാമ ക്യാമറയ്ക്ക് മുൻപിൽ കളിച്ചു എന്നൊരൊറ്റ തെറ്റു മാത്രമേ രേണു ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഭർത്താവ് മരിച്ചു, അപ്പോൾ പിന്നെ കിട്ടാനുള്ള സിമ്പതി ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന ലൈൻ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മുൻപ് താൻ ജീവിക്കാൻ ആഗ്രഹിച്ചതുപോലെ മോഡലിംഗും മറ്റുമായി നടക്കുന്നു. രേണു ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യാൻ രേണുവിന് സ്വാതന്ത്ര്യവും ഉണ്ട്. അത് നമ്മളെ ആരെയും നേരിട്ട് ബാധിക്കാത്തിടത്തോളം കാലം അതൊരു തെറ്റല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. എന്നാൽ സ്വപ്ന സുരേഷ് നാടിനെതിരായി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം അറിഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ സ്വപ്ന സുരേഷിന് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്. തനിക്ക് പറ്റിയ ഒരു ഇരയല്ല എന്ന് ഇത്രയ്ക്ക് മനസ്സിലായിട്ടും രേണുവിനെ പോലെ ഒരാളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാ? ഒന്നുകിൽ അവർ ഒത്തുകളിക്കുന്നു, അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് എന്തോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്.